ഹായ് ഫ്രണ്ട്സ്, വളരെയധികം സങ്കടത്തോടു കൂടിയുള്ളൊരു വാർത്തയാണ് നമുക്കിപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും CSEBക്ക് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണല്ലേ. നമ്മൾ BCom കോർപ്പറേഷൻ അല്ലെങ്കിൽ HDC, JDC ഇത്തരത്തിലുള്ള സഹകരണ മേഖലയിലെ യോഗ്യതകൾ നേടിക്കൊണ്ട് അതും നമ്മൾ വളരെ ഹയർ ആയിട്ടുള്ള ഡിഗ്രീസ്, BTech അങ്ങനെയുള്ള ഡിഗ്രീസ് എല്ലാം നേടിയതിനു ശേഷം നമ്മൾ സഹകരണ മേഖല ക്വാളിഫിക്കേഷൻ നേടിയതിനു ശേഷം ഈ പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും നിരാശാജനകമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. വാർത്തയല്ല, ആക്ച്വലി ഇതൊരു കരട് ഭേദഗതി ചട്ടം നമുക്ക് നിലവിൽ വരികയാണ്. അപ്പോൾ നിലവിൽ നമുക്ക് അറിയാം, 2019 വന്നിട്ടുള്ള അമെൻമെൻ്റാണ് നമ്മുടെ സഹകരണ മേഖലയിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവസരത്തിന് വേണ്ടി വഴിവെക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമെൻമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സബ് സ്റ്റാഫ് പ്രൊമോഷനും അതേപോലെ CSE വഴി ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റും തമ്മിലുള്ള ഒരു അനുപാത വ്യത്യാസമായിരുന്നു. അതായത് സാധാരണക്കാരായിട്ടുള്ള മിടുക്കരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് റൈസിംഗ് വേക്കൻസിയിൽ 4 വേക്കൻസി നീക്കി വയ്ക്കുമ്പോഴത്തേക്കും ഒരു വേക്കൻസി മാത്രമാണ് നമുക്ക് പ്രൊമോഷൻകാർക്ക് വേണ്ടിയിട്ട് സബ് സ്റ്റാഫിൽ നിന്ന് വരുന്ന ആൾക്കാർ കൊടുത്തിരുന്നത്. അപ്പോൾ സബ് സ്റ്റാഫിൻ്റെ അടിസ്ഥാന യോഗ്യത നമുക്കറിയാം 10ാം ക്ലാസ് ആണ്. ഒരിക്കലും 10ാം ക്ലാസ് യോഗ്യത നമ്മൾ താഴ്ത്തിക്കെട്ടുന്നതല്ല. പൊതുവെ 10ാം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ നമ്മുടെ സഹകരണ ബാങ്കുകൾക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷ ഏജൻസികൾ നടത്തുന്ന പരീക്ഷ വഴിയാണ് ഇവർ സബ് സ്റ്റാഫ് കാറ്റഗറിയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ സബ് സ്റ്റാഫ് കാറ്റഗറിയിൽ നിന്ന് വരുന്ന ആൾക്കാരായിരുന്നു കൂടുതൽ നമ്മുടെ ക്ലറിക്കൽ തസ്തികയിലേക്ക് വന്നിരുന്നത്. നിലവിലത്തെ ക്വാളിഫിക്കേഷൻ്റെ അടിസ്ഥാനം മാത്രം എടുത്ത് പരിശോധിച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു സഹകരണ മേഖലയുടെ അപജയത്തിൻ്റെ കാരണം. എന്നാൽ 2019 അമെൻമെൻറ്റിന് ശേഷമാണ് നമ്മളെപ്പോലുള്ള കുട്ടികൾ ഏറ്റവും കൂടുതൽ ഈ ഒരു മേഖലയിലേക്ക് വന്നതും സഹകരണ മേഖലയിൽ വളരെ ക്വാളിറ്റിയുള്ള ബാങ്കിങ് ഉറപ്പാക്കാൻ പറ്റിയതെല്ലാം ഈ ഒരു അമെൻമെൻറ്റിന് ശേഷമാണ്. എന്നാൽ 2024 നമുക്കറിയാം, ക്ലാസ് 2 തൊട്ട് താഴോട്ടുള്ള ക്ലാസ് 4 വരെയുള്ള ബാങ്കുകൾക്ക് ഇത്തരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന 1:4 എടുത്ത് മാറ്റി 1:2 എന്നൊരു അനുപാതം കൊടുക്കുന്ന തരത്തിലുള്ളൊരു ചട്ട ഭേദഗതി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ നിലവിൽ ചട്ടം 185 10 ഭേദഗതി പ്രകാരം എല്ലാ ബാങ്കുകൾക്കും, നമ്മുടെ PCARD ബാങ്കുകൾ അടക്കമുള്ള ബാങ്കുകൾക്ക് എല്ലാം ഇത് ബാധകമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. അതുപോലെ തന്നെ ഈ അമെൻമെൻറ്റിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഒരിക്കലും നമുക്ക് അസിസ്റ്റന്റ് സെക്രട്ടറിയേറ്റ് മുകളിലുള്ള തസ്തികകളിൽ 25% കൂടുതൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് പാടില്ല എന്നൊരു ചട്ടം കൂടെ ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് എതിരെയുള്ള ഒരു നിയമ ഭേദഗതിയാണ് ഇത്. കരട് നിയമ ഭേദഗതിയാണ് ഇത്. അന്തിമമായിട്ട് വന്നിട്ടില്ല. നമുക്ക് നിലവിൽ നമ്മൾ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള വിജ്ഞാപനം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അത് ശക്തമായിട്ട് പ്രതികരിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും സഹകാരി നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. എല്ലാ തരത്തിലുള്ള പ്രതികരണത്തിനും പ്രതികരിക്കുക മാത്രമല്ല, നമുക്ക് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കണം, ഉറപ്പായിട്ടും നേടിയെടുക്കണം. ഇതൊരു ഓപ്പൺ ചർച്ചകളുടെ മാത്രമേ ഇത്തരത്തിലുള്ള ഭേദഗതികൾ വരുത്താൻ പാടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് വെളുപ്പിനാണ് ഇങ്ങനെ ന്യൂസ് അറിയുന്നത്. അപ്പോൾ തന്നെ എടുത്തൊരു വീഡിയോ ആയതുകൊണ്ട് ഇനി കൂടുതൽ റെഫറൻസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. മക്കളെ, ബാക്കി പ്രവർത്തനങ്ങൾ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രം പറയുന്നു. അത്രയ്ക്ക് വിഷമം സങ്കടത്തോടെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നേരിട്ട് കാണാം.